ദിയ കൃഷ്ണയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ദിയയുടെ അഭിപ്രായങ്ങൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നാർസിസമാണ് ദിയ പ്രകടമാക്കുന്നതെന്ന് റെഡിറ്റുകൾ ഉൾപ്പെടെ വ്യാപക വിമർശനം വരാറുണ്ട്. ഭർത്താവിൻ്റെ കാര്യത്തിൽ അത്രയും കർക്കശം ദിയയ്ക്കുണ്ട്. ഭർത്താവ്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിവരെക്കാളെല്ലാം തന്നെ സ്നേഹിക്കണമെന്ന് ദിയ പറയുന്നു. ഇത് ന്യായമായ ആവശ്യവുമാണ്. എന്നാൽ ഇതേ ഭർത്താവിനോട് യാതൊരു മര്യാദയും കാണിക്കാതെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നതാണ് ദിയയുടെ പ്രകൃതമെന്നാണ് പ്രധാന വിമർശനം. ഇപ്പോഴിതാ ഭർത്താവ് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിനെതിരെ ദിയ കൃഷ്ണ പങ്കുവച്ച റീലാണ് ശ്രദ്ധ നേടുന്നത്. ഇന്ത്യൻ കുടുംബങ്ങളിൽ ഒരു മകനെ വളർത്തുന്നത് അവൻ്റെ സ്വന്തം ജീവിതം ഉണ്ടാക്കാനല്ല, മാതാപിതാക്കൾക്ക് എന്നത്തേക്കും സാമ്പത്തികമായി ആശ്രയിക്കാനാണ്. ഒരുപാട് മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ മകനിൽ നിന്നും മാതാപിതാക്കൾ പണം കടത്തുന്നു. അവർക്ക് പണമുണ്ടെങ്കിൽ പോലും അവർക്ക് മകൻ്റെ പണമില്ലാതെ ജീവിക്കാം. എന്നാൽ നാണമില്ലാതെ അവർ മക്കളിൽ പണം കടത്തുന്നു. എപ്പോഴാണ് പണം അയക്കുന്നതെന്ന് അവർ നാണമില്ലാതെ ചോദിക്കുന്നു. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും മാറ്റി നിർത്തി ഈ മക്കൾ മാതാപിതാക്കൾക്ക് പണം കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യ ബന്ധം തകരാൻ കാരണമെന്നാണ് ഒരു സ്ത്രീ റീലിൽ പറയുന്നത്. ഇതാണ് ദിയ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവയ്ക്കുന്നത്. ദിയ തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പരോക്ഷമായി അപമാനിക്കുന്നത് സ്ഥിരമാക്കിയിരിക്കുന്നു എന്നാണ് റെഡിറ്റിൽ വരുന്ന അഭിപ്രായം. ആദ്യമായല്ല ദിയ ഇങ്ങനെ ചെയ്യുന്നത്. അശ്വിനെ വളരെ ബുദ്ധിമുട്ടിയാണ് മാതാപിതാക്കൾ പഠിപ്പിച്ചത്. ജോലി നേടിയാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അശ്വിനില്ലേയെന്നും നെറ്റിസൺ ചോദിക്കാറുണ്ട്. വിവാഹ ജീവിതത്തിൽ ദിയയ്ക്ക് ഇപ്പോഴേ അതൃപ്തി തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് അഭിപ്രായങ്ങളുണ്ട്. അശ്വിനുമായി അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ദിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. അധികം വൈകാതെ കുഞ്ഞും ജനിച്ചു.